അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 23 തിങ്കളാഴ്ച. പ്രവാസികൾ ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണെന്നും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ രാഷ്ട്രദൂതർ എന്ന് വിളിക്കുന്നതെന്നും പല ഭാഷകളാണെങ്കിലും നാമെല്ലാം ഇന്ത്യക്കാരാണെന്നും ഒന്നാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ സംബന്ധിച്ചിടത്തോളം AI എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നും എന്നാൽ തനിക്കത് അമേരിക്കയുടെയും ഇന്ത്യയുടെയും ഒത്തൊരുമ കൂടിയാണെന്നും ഇതാണ് ലോകത്തിന്റെ പുതിയ AI ശക്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം അലങ്കോലമായതിൽ ബാഹ്യശക്തികളുടെ ഇടപെടലോ ഗൂഢാലോചനയോ ഇല്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. സംഭവിച്ചത് സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ഏകോപനത്തിലുണ്ടായ പാളിച്ചകൾ മാത്രമാണെന്നാണ് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കോടതി വിധിപ്രകാരം സുരക്ഷ ശക്തമാക്കിയപ്പോഴാണ് പ്രശ്നം തുടങ്ങിയതെന്നും പൂരം പൂർത്തിയാക്കാൻ ദേവസ്വങ്ങളും സമ്മതിച്ചില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ചിത്രങ്ങളും ദൃശ്യങ്ങളുമടക്കം 1600-ലധികം പേജുള്ള റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി ഇന്ന് സർക്കാരിന് കൈമാറും. തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPI നേതാവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാർ. ബാഹ്യ ഇടപെടലില്ലെന്ന റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്നും പൂരം അലങ്കോലമായതിൽ ബന്ധപ്പെട്ട ആളുകൾക്ക് കൈകഴുകാനാകില്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. ADGPയുടെ റിപ്പോർട്ട് അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവും ഐക്യജനാധിപത്യ മുന്നണിയുടെ തൃശൂർ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന K മുരളീധരൻ വ്യക്തമാക്കി. ഇപ്പോൾ നൽകിയ റിപ്പോർട്ടിന് വിശ്വാസമില്ലെന്നും ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ് ആവശ്യമെന്നും എന്തിനാണ് മുഖ്യമന്ത്രിക്ക് ഇത്ര വാശിയെന്നും മുരളീധരൻ ചോദിച്ചു. പൂരം അന്വേഷണ റിപ്പോർട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കമ്മീഷണറെ ബലിയാടാക്കി കൈകഴുകിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. ഇതിനപ്പുറം ഒരു റിപ്പോർട്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടിയിട്ട് വിശദമായി പ്രതികരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതർ പൂരം കലക്കലിലെ അന്വേഷണ റിപ്പോർട്ട് തള്ളി. റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ടാകുമെന്ന് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പറഞ്ഞു. വനം വകുപ്പാണ് പൂരം തകർക്കാൻ മുന്നിലുള്ളതെന്നും CBI അന്വേഷണം തന്നെ വേണമെന്നും യഥാർത്ഥ കുറ്റക്കാർ പുകമറയുടെ പിന്നിൽ നിന്ന് ചിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂർ MLA PV അൻവറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അൻവറിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും CPM അഭ്യർത്ഥിച്ചു. PV അൻവറിനോട് ഒരു തരത്തിലും യോജിപ്പില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. PV അൻവറിനെ വിമർശിച്ച CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ PV അൻവർ പാർട്ടിയെയും സർക്കാരിനെയും ദുർബലപ്പെടുത്തിയെന്നും അൻവറിന്റെ പ്രസ്താവനകൾ ശത്രുക്കൾക്ക് ആഹ്ലാദിക്കാൻ വകയുണ്ടാക്കിയെന്നും A വിജയരാഘവൻ വിമർശിച്ചു. PV അൻവറിനെ ഏറ്റെടുക്കാനില്ലെന്ന് UDF. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ നേതാവിനെ ഒരിക്കലും വേണ്ടെന്ന് UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. അൻവറിന് രാഷ്ട്രീയ അഭയം നൽകേണ്ട ആവശ്യമില്ലെന്നും MM ഹസൻ വിശദമാക്കി. അൻവറിനെ സ്വീകരിക്കുമോ എന്ന ചോദ്യം തന്നെ അപ്രസക്തമാണെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. കുലംകുത്തിയായ PV അൻവറിന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വധശിക്ഷ വിധിച്ചിരിക്കുകയാണെന്ന് ചെറിയാൻ ഫിലിപ്പ്. പാർട്ടി ആരാച്ചാർ കഴുത്തിൽ കുരുക്കിടുന്നതിന് മുൻപ് CPM എന്ന തടവറയിൽ നിന്നും പുറത്തു ചാടുന്നതാണ് അൻവറിന് ഉചിതമെന്നും കോൺഗ്രസോ മുസ്ലിം ലീഗോ അൻവറിനെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും സാമ്പത്തിക ശേഷിയുള്ള ബിസിനസ്സുകാരനായ അൻവറിന് പട്ടിണി കിടക്കേണ്ടി വരില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഴുവൻ സമയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലെന്നും പറയുന്ന കാര്യം പാർട്ടിയെ ബാധിക്കുമോ എന്ന് PV അൻവർ ആലോചിക്കണമെന്നും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് AA റഹീം. ഒരു തെറ്റിനും ഇടതുപക്ഷം കൂട്ടുനിൽക്കില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ വരെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തരത്തിൽ അൻവർ ആരോപണം ഉന്നയിക്കുന്ന രീതി അംഗീകരിക്കാനാകില്ലെന്നും AA റഹീം പറഞ്ഞു. PV അൻവർ MLA പറയുന്ന പല കാര്യങ്ങളും സത്യമാണെന്നും ഇനിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ഷൌക്കത്ത് അലി സാഹിബിന്റെ മകൻ PV അൻവറിന്റെ യഥാർത്ഥ മുഖം പിണറായി കാണേണ്ടതെന്നും മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി ഫേസ്ബുക്കിൽ കുറിച്ചു. എന്നാൽ അൻവറിനെ അനുകൂലിച്ചും പ്രകീർത്തിച്ചുമുള്ള പോസ്റ്റ് ചർച്ചയായതിനു പിന്നാലെ ഇക്ബാൽ മുണ്ടേരി പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു.
ഓണം 100-ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരസ്യ താക്കീതിന് പിന്നാലെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് PV അൻവർ. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നീതി ലഭിക്കും എന്നുറപ്പുണ്ടെന്നും പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും ആയതിനാൽ പരസ്യ പ്രസ്താവന ഈ നിമിഷം മുതൽ താൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. അതേസമയം പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് താൻ ശബ്ദമുയർത്തിയതെന്നും അക്കാര്യത്തിൽ ലെവലേശം കുറ്റബോധമില്ലെന്നും പിന്നോട്ടമില്ലെന്നും അൻവർ വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നും ഇന്റലിജൻസ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടിയുണ്ടാകില്ലെന്നും വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനമായെന്നും റിപ്പോർട്ടുകൾ. തെറ്റുതിരുത്തി പുറത്തുവന്നാൽ CPI സ്വീകരിക്കുന്നത് ആലോചിക്കുമെന്ന് കെ സുധാകരൻ MP. പിണറായിയുടെ അടിമകളായി LDF-ൽ തുടരണോ എന്ന് CPI ആലോചിക്കണമെന്നും CPIക്ക് എന്തുകൊണ്ട് സ്വതന്ത്രമായി നിന്നുകൂടാ എന്നും അദ്ദേഹം ചോദിച്ചു. CPI തെറ്റുതിരുത്തിയാൽ UDF-ൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മണ്ണിടിഞ്ഞ് കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ നടക്കുന്ന ഷിരൂരിൽ നിന്ന് മടങ്ങുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ. പോലീസ് താൻ ഗംഗാവലി പുഴയിലിറങ്ങി പരിശോധിക്കുന്നത് തടയുകയാണെന്നും അതിനാൽ മടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അധികം ഹീറോ ആകേണ്ടെന്ന് പോലീസ് തന്നോട് പറഞ്ഞുവെന്നും തെരച്ചിൽ വിവരങ്ങൾ ആരോടും പറയരുതെന്നാണ് ആവശ്യപ്പെടുന്നതെന്നും ഇനി ജില്ലാ ഭരണകൂടം കത്തിലൂടെ ആവശ്യപ്പെട്ടാൽ മാത്രമേ വരികയുള്ളൂ എന്നും ഈശ്വർ മാൽപേ വ്യക്തമാക്കി. ഷിരൂരിൽ ഇപ്പോൾ നടക്കുന്ന തെരച്ചിലിൽ വിവാദങ്ങൾ പാടില്ലെന്നും ഈശ്വർ മാൽപയുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള തെരച്ചിൽ വേണ്ടെന്നും അർജുന്റെ സഹോദരി അഞ്ജു. അർജുൻ അടക്കം 3 പേർക്കായുള്ള തെരച്ചിൽ നടക്കുന്ന ഷിരൂരിൽ നിന്ന് മടങ്ങുന്നുവെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ വ്യക്തമാക്കിയതിന് പിന്നാലെയായിരുന്നു അഞ്ജുവിന്റെ പ്രതികരണം. അർജുൻ അടക്കം 3 പേർക്കായി ഷിരൂരിലെ മണ്ണിടിച്ചിൽ മേഖലയിൽ നടക്കുന്ന ഡ്രഡ്ജിംഗ് ഉപയോഗിച്ചുള്ള പരിശോധന ഉടൻ അവസാനിപ്പിക്കില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിൽ. ഡ്രഡ്ജിംഗ് എത്ര ദിവസം വേണമെങ്കിലും തുടരാനാണ് തീരുമാനം. റിട്ടയർ മേജർ ജനറൽ ഇന്ദ്രപാൽ ഷിരൂരിൽ ഇന്നെത്തുമെന്നും തുടർന്ന് തിരച്ചിലിൽ പുരോഗതി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈശ്വർ മാൽപയോട് മുങ്ങൽ പരിശോധന നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഡ്രഡ്ജിംഗ് സമയത്ത് മുങ്ങരുത് എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും ഡ്രഡ്ജിംഗ് സമയത്ത് മുങ്ങിയുള്ള പരിശോധന അപകടകരമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ. ഇന്ന് നാവികസേന ഷിരൂരിലെത്തുമെന്നും നേവിയുടെ സോണാർ പരിശോധനയിൽ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമെന്നും ലക്ഷ്മിപ്രിയ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ വിവരങ്ങൾ തേടാൻ ദേശീയ വനിതാ കമ്മീഷൻ കേരളത്തിലെത്തും. കേരളത്തിലെത്തി അതിജീവിതകളുടെ മൊഴിയെടുത്ത ശേഷം തുടർ നടപടികൾ ആലോചിക്കുമെന്ന് കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വിഷയം പഠിക്കാൻ വനിതാ കമ്മീഷൻ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിക്കും. ആലപ്പുഴയിലെ സംസ്ഥാന ക്രൈംബ്രാഞ്ച് DYSP V. രാജീവിനെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പോലീസ് മേധാവി സർവീസിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഡ്യൂട്ടിയിൽ അച്ചടക്കമില്ലായ്മ, അമിത മദ്യപാനം, ജോലിയിൽ നിന്ന് അനധികൃതമായി വിട്ടുനിൽക്കൽ, കേസന്വേഷണത്തിൽ വീഴ്ച വരുത്തൽ എന്നിവ ചൂണ്ടിക്കാണിച്ചാണ് നടപടി. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന 3 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെ 78 പരിശോധനാ ഫലങ്ങളാണ് നെഗറ്റീവായത്. കാസർഗോഡ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് യുവാവ് മരിച്ചു. ചട്ടഞ്ചാൽ ഉക്രംപാടി സ്വദേശി M. മണികണ്ഠനാണ് മരിച്ചത്. മുംബൈയിൽ ജോലി ചെയ്തിരുന്ന മണികണ്ഠൻ പനിയും വിറയലും ബാധിച്ചതിനെ തുടർന്ന് 2 ആഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയുമായി ചികിത്സയിലായിരുന്നു. 2 ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ സംസ്ഥാനത്തെ മഴ സാഹചര്യം വീണ്ടും ശക്തമാകുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ന് എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ക്ലീൻ ചിറ്റ് നൽകി CBI. NTA-യോ അവിടുത്തെ ഉദ്യോഗസ്ഥരോ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് CBI വ്യക്തമാക്കി. ജാർഖണ്ഡ് ഹസാരിബാഗിലെ സ്കൂൾ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് പേപ്പർ ചോർത്തിയത്. തട്ടിപ്പിലെവിടെയും ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം കണ്ടെത്താനായില്ലെന്നും 150 വിദ്യാർത്ഥികൾക്കാണ് ചോദ്യപേപ്പർ ചോർച്ച കൊണ്ട് ഗുണമുണ്ടായതെന്നും CBI അറിയിച്ചു. അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനോട് വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം.
മുംബൈയിലെ ഇ-വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതിയായ അന്നയുടെ മരണത്തെ തുടർന്ന് ഇ-വൈ കമ്പനിയിലെ തൊഴിൽ സാഹചര്യങ്ങളെക്കുറിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം വിവരങ്ങൾ തേടി. പരിശോധനകൾ തുടരുന്നതായി വ്യക്തമാക്കിയ മന്ത്രാലയം അന്നയുടെ മരണത്തെക്കുറിച്ച് പഠിക്കാൻ കമ്പനി അധികൃതരെയും വിളിപ്പിക്കുമെന്നും വിശദമാക്കി. മുംബൈയിലെ ഇ-വൈ കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ പ്രതികരണവുമായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും പഠിപ്പിച്ചാൽ സമ്മർദ്ദത്തെ അതിജീവിക്കാനാകുമെന്നും ഈശ്വരചിന്തയും ധ്യാനവും മനഃശക്തി വർദ്ധിപ്പിക്കാൻ സഹായകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനുശേഷം ദില്ലിയിൽ നടത്തിയ ആദ്യ പൊതുപരിപാടിയിൽ ബിജെപിയെ കടന്നാക്രമിച്ചും ആർഎസ്എസിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചും അരവിന്ദ് കെജ്രിവാൾ രംഗത്ത്. ബിജെപിയിലെ പ്രായപരിധിയിലടക്കം ആർഎസ്എസ് നിലപാട് വ്യക്തമാക്കണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. സ്വന്തമായി വീടില്ലാത്തതിനാൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ ശേഷം ജനങ്ങൾക്കൊപ്പം അവരുടെ വീട്ടിൽ കഴിയുമെന്ന പ്രഖ്യാപനവുമായി അരവിന്ദ് കെജ്രിവാൾ ജന്തർ മന്ദറിൽ നടന്ന ജനതാ കി അദാലത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മദ്യനയ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയവെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദമുണ്ടായെന്ന് മനീഷ് സിസോദിയ. കെജ്രിവാളിനെതിരെ മൊഴി നൽകിയാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ചിലർ പറഞ്ഞതായും ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി വിവരിച്ചു. തന്നെ കുടുക്കിയത് കെജ്രിവാളാണെന്നും രക്ഷ വേണമെങ്കിൽ കെജ്രിവാളിനെതിരെ മൊഴി പറയണമെന്നും അവർ പറഞ്ഞതായും സിസോദിയ കൂട്ടിച്ചേർത്തു. കേസുമായി ബന്ധപ്പെട്ട് ഇഡി ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചതോടെ മകന്റെ ഫീസ് അടക്കാൻ യാചിക്കേണ്ടി വന്നെന്നും ജന്തർ മന്ദറിൽ എഎപി നടത്തിയ ജൻ കി അദാലത്തിൽ സംസാരിക്കവെ സിസോദിയ വെളിപ്പെടുത്തി. യൂത്ത് കോൺഗ്രസിന്റെ പുതിയ ദേശീയ അധ്യക്ഷനായി ഉദയ് ബാനു ചിബിനെ നിയമിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് നിയമനം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെയും കല്ലെറിയുന്നവരെയും ജയിൽ മോചിതരാക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭീകരവാദത്തെ പാതാളത്തിലേക്ക് അടക്കം ചെയ്യുമെന്നും ഇത് തുടച്ചു നീക്കപ്പെടുന്നതുവരെ പാകിസ്ഥാനുമായി ഒരു സംഭാഷണത്തിനുമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ഞായറാഴ്ച ജമ്മുവിലെ നൌഷേരയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന ജയവുമായി ഇടതു നേതാവ് അനുര കുമാര ദിസനായകെ. ശ്രീലങ്കയുടെ 9ാമത്തെ പ്രസിഡന്റായാണ് അനുര കുമാര തിരഞ്ഞെടുക്കപ്പെട്ടത്. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ ജനതാ വിമുക്തി പെരമനിയുടെ നേതാവാണ് അനുര കുമാര. പ്രതിപക്ഷ നേതാവ് സജിത് പ്രേമദാസ 2ാം സ്ഥാനത്തും പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ 3ാം സ്ഥാനത്തുമാണ് മത്സരം അവസാനിപ്പിച്ചത്. പച്ചക്കറി ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ കിട്ടാതെ ലക്ഷദ്വീപിൽ കടുത്ത ക്ഷാമമെന്ന് റിപ്പോർട്ട്. ആവശ്യത്തിന് കപ്പലുകൾ ഇല്ലാതായതോടെയാണ് കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ട് നിന്നും ഭക്ഷ്യവസ്തുക്കൾ ദ്വീപുകളിൽ എത്താതായത്. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ആസ്ഥാനമായ കവരത്തിയിൽ പോലും കടകൾ കാലിയായി. പ്രശ്നം പരിഹരിച്ചു തുടങ്ങിയെന്ന് അധികൃതർ പറയുമ്പോഴും ദ്വീപുകാർക്ക് അവശ്യ സാധനങ്ങൾ പലതും കിട്ടുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ISLൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ച് കരുത്തുകാട്ടി കേരള ബ്ലാസ്റ്റേഴ്സ്. 1-2 ഗോളുകൾക്കാണ് മഞ്ഞപ്പട ഈസ്റ്റ് ബംഗാളിനെ പരാജയപ്പെടുത്തിയത്. 1 ഗോളിന് പിന്നിലായ ശേഷം 2 ഗോൾ തിരിച്ചടിച്ച ബ്ലാസ്റ്റേഴ്സ് ഇതോടെ സീസണിലെ ആദ്യ ജയവും കുറിച്ചു. ബംഗ്ലാദേശിനെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 280 റൺസിന്റെ കൂറ്റൻ ജയം. 158-ന് 4 എന്ന നിലയിൽ 515 റൺസ് വിജയലക്ഷ്യവുമായി 4ാം ദിനം കളി തുടർന്ന ബംഗ്ലാദേശ് 234-ന് പുറത്താവുകയായിരുന്നു. 2ാം ഇന്നിംഗ്സിൽ ബംഗ്ലാദേശിന്റെ 6 വിക്കറ്റുകൾ പിടിതെടുക്കുകയും 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 113 റൺസെടുക്കുകയും ചെയ്ത രവിചന്ദ്ര അശ്വിനാണ് കളിയിലെ താരം. ലോക ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രമെഴുതി ഇന്ത്യൻ സംഘം. ബുദാപെസ്റ്റിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും സ്വർണ്ണ നേട്ടത്തോടെയാണ് ഇന്ത്യൻ സംഘം ചരിത്രം കുറിച്ചത്. ഇതാദ്യമായാണ് ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ ജേതാക്കളാകുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. dailynewslive.in വാർത്തകൾ വിരൽ തുമ്പിൽ.